ഹായ് വെൽക്കം ടു അബി സുഷി. നമ്മുടെ മൊബൈല് നമ്മൾ പല ഫ്രണ്ട്സിന് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ, എന്തെങ്കിലും കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ മൊബൈലിലുള്ള പല കാര്യങ്ങളും അവർ അടിച്ചു മാറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് നമുക്ക് സോഷ്യൽ മീഡിയാസ് ആയ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അതിൻ്റെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പിലുള്ള നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ ചോർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്. അത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവർ ചെയ്യുന്നത് മുകളിലുള്ള ആ 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സെറ്റിങ്സിൽ പോയിട്ടാണ് അവർ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്. ഇവിടെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു രഹസ്യങ്ങളും ഇനി നിങ്ങളുടേത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ആരുടെ ആയിട്ടുള്ള ചാറ്റാണോ നമുക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടത്, അവരുടെ പേര്, ഇവിടെ സ്വപ്ന എന്ന് പറഞ്ഞിരിക്കുന്ന പേര് ഞാനിവിടെ വൈഫിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ആ ഒരു പേരിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ പേരിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇത് മറ്റുള്ളവർ നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ മുകളിലുള്ള പ്രൊഫൈൽ നെയിം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ആ പ്രൊഫൈൽ നെയിം ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇതൊരു പുതിയൊരു ഓപ്ഷനാണ്, പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ് വാട്സപ്പിൻ്റെ. ഇനി അഥവാ നിങ്ങൾക്കിത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഓപ്ഷനിലും എല്ലാ ഫോണിലും ഇത് വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമ്മളൊന്ന് വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളേലും ഈ ഒരു ഓപ്ഷൻ വരും. ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വരും. ഈ ചാറ്റ് ലോക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ചാറ്റുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ ചാറ്റുകൾ, അതുപോലെ തന്നെ ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാണോ നിങ്ങൾ അയക്കുന്നത്, ചാറ്റ് വഴി അയക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് ഫേസ് ലോക്കും അതുപോലെ തന്നെ പാസ്വേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ തമ്പ് വെച്ചിട്ടോ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. വീഡിയോ ഫുൾ ലെങ്ത്തിൽ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇവിടെ നമുക്ക് തമ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ സ്ക്രീൻ ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഞാനിവിടെ തമ്പ് കൊടുത്തിട്ടാണ് അത് ആക്ടിവേറ്റ് ചെയ്തത്. ഇവിടെ തമ്പ് കൊടുത്ത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഒന്ന് ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ചാറ്റ് ലോക്ക് ഞാൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണിത്. നമുക്കൊന്ന് ബാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ തമ്പ് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ട് വേണം നിങ്ങളതൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് തമ്പ് കൊടുത്തു കഴിഞ്ഞു, നമുക്കത് അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോക്ക് ചെയ്ത കാര്യങ്ങൾ ഇത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു സെപ്പറേറ്റ് ഫോൾഡറിലാണ് ഉണ്ടാവുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് വീഡിയോ അവസാനം വരെ കാണാൻ പറ്റും. ഇവിടെ ഒന്നും നമുക്കത് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ആർച്ചീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് താഴെയായിട്ടാണ് അത് നിൽക്കുന്നത്. ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ചാറ്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അവിടെയും നമ്മൾ തമ്പും കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ആണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് സ്ക്രീന് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റും. കണ്ടില്ലേ, ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ടുള്ള ചാറ്റിങ് തുടരാൻ പറ്റും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എല്ലാ ഫോണിലും എത്തിക്കൊള്ളണം നിർബന്ധമില്ല. ആദ്യം ബീറ്റാ വേർഷനിലാണ് വരിക. അത് കഴിഞ്ഞിട്ട് ഓരോ ആളുകൾക്ക് ബാച്ച് വൈസ് ആയിട്ടാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ അഥവാ വന്നിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ പ്ലേ സ്റ്റോറിലൊന്ന് കയറിയതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലും ഈ പറഞ്ഞിരിക്കുന്ന ആ ഓപ്ഷനിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ലോക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ച് നിങ്ങളുടെ ചാറ്റുകളെല്ലാം വളരെ സെക്യൂറാക്കി വെക്കുവാൻ സാധിക്കും. ഇനി മുതൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ഏതെല്ലാം ഫ്രണ്ട്സിന്റെ ചാറ്റുകളാണോ നിങ്ങൾക്ക് ഇതുപോലെ ഒളിപ്പിച്ചു വെക്കേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും.
അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേഷൻസ് ഓൺ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി 1-2 വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.